ഹലോ, നമസ്കാരം. ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ 8ാമത്തെ ദിവസമാണ് കേട്ടോ. ഈ കഴിഞ്ഞ 7ാമത്തെ ദിവസത്തെ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. മോൻ എക്സാം ഒക്കെ ആയതുകൊണ്ട് അവനെ പഠിപ്പിക്കുന്ന തിരക്കിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ രാത്രിയായി, പഠിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനത് എഡിറ്റ് ചെയ്ത് ഇട്ടില്ല. അപ്പം ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഒരാഴ്ചയായി കേട്ടോ എൻ്റെ വെയിറ്റ് ലോസ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് പതിവ് പോലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ തുടങ്ങി, എക്സസൈസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്. അത് ഹെവി എക്സസൈസ് ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇപ്പം ഒരു 40-45 മിനിറ്റോളം ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ ഒരു 10-15 മിനിറ്റ്, പിന്നെ അങ്ങനെ കുറേശ്ശെ കൂട്ടി, പിന്നെ അരമണിക്കൂർ, ഇപ്പം 40-45 മിനിറ്റ്, അങ്ങനെ കുറേശ്ശെ കൂട്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ 8 ദിവസം കൊണ്ട് എനിക്ക് വെയിറ്റ് എന്തായാലും 79 78 വരുന്നുണ്ട് കേട്ടോ. 79.4 അതിൽ നിന്ന് കുറഞ്ഞിട്ട് ഒരു 78, 6, 7 അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. പിന്നെ ഞാൻ വലിയ ഹെവി ആയിട്ടൊന്നും എക്സസൈസ് ചെയ്യുന്നില്ലല്ലോ, ചെറിയ തോതിലുള്ള എക്സസൈസാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് വലിയ എക്സസൈസൊക്കെ ചെയ്തിട്ട് എവിടെയെങ്കിലും വേദനയായി കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സസൈസ് ചെയ്യാനും നമ്മൾ ഒരു കാര്യം വിചാരിച്ച കാര്യം ചെയ്യാനും ഒരു മടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ തോതിലാണ് ചെയ്യുന്നത്. പിന്നെ ഭക്ഷണം നിയന്ത്രിക്കലും, അത് വിചാരിച്ച് പട്ടിണി കിടക്കുന്നൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ചോറിൻ്റെ അളവ് മാത്രം കുറച്ച് കുറയ്ക്കുന്നുണ്ട്. പിന്നെ അരിഭക്ഷണം പൊതുവേ കുറച്ച് കുറയ്ക്കുന്നുണ്ട്, അത് വെച്ച് കഴിക്കുന്നില്ല എന്നില്ല, കുറേശ്ശെ എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. കണ്ടില്ലേ, ഈ എക്സസൈസൊക്കെ വളരെ സിമ്പിളുള്ള എക്സസൈസാണ്, ഒന്നും ഹെവിയില്ല. ഏത് പ്രായക്കാർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. കാരണം നമുക്ക് ഇപ്പം നമ്മളൊരു 20 അല്ലെങ്കിൽ 25 വയസ്സുള്ള ഒരാൾ ചെയ്യുന്നത് പോലെ ഒരു 50 വയസ്സ് 60 വയസ്സുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏത് പ്രായക്കാരും എക്സസൈസ് ചെയ്യുന്നത് ഗുണമാണ്. അപ്പോൾ എന്താണ്, നമുക്ക് ചെറിയ കുട്ടികളെ പോലെ തുള്ളി അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏത് പ്രായക്കാർക്കും പറ്റുന്ന ചെറിയ സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ അത് തന്നെയാണ് കേട്ടോ ഞാനും ചെയ്യുന്നത്. കാരണം എനിക്കും പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൈയും ഷോൾഡറും കാലും അവിടെയൊക്കെ വേദന വരും, മുട്ടിനൊക്കെ വേദന വരും. അപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ നടുവിനും കാൽവേദനയ്ക്കും ഒക്കെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ കഴുത്തിൻ്റെ വേദന, ഷോൾഡർ പെയിൻ, പിന്നെ നീ പെയിൻ ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒരു സുഖമാണ്. പിന്നെ നമ്മളെ കാലിന് കുറേ ജോഗിങ് ആണ് ഇതിൽ കൂടുതൽ വരിക. അതുകൊണ്ട് തന്നെ കാലിന് നമ്മൾ ബലം വർദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷ തന്നെ. ഇപ്പം കൊളസ്ട്രോൾ ആയാലും ഷുഗർ ആയാലും BP ആയാലും ഇതെല്ലാം കുറയാൻ ഈ എക്സസൈസ് ഗുണകരമാണ്. പിന്നെ പറഞ്ഞ പോലെ ധാരാളം നമ്മൾ വെള്ളം കുടിക്കുക, പിന്നെ എക്സസൈസ് ചെയ്യുക, ഭക്ഷണം നിയന്ത്രിക്കുക, ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ കണ്ടില്ലേ, ഇതെല്ലാം ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന എത്ര സിമ്പിളാന്ന് തോന്നുന്നു ഇതൊക്കെയാണ്. പക്ഷേ ഇല്ല, നമുക്ക് ആ ഒരു ഭാഗത്ത് അരഭാഗത്തൊക്കെ അല്ലേ നമ്മൾ അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള ഫാറ്റൊക്കെ അങ്ങനെ കുറയുമോ, വയറിൻ്റെ സൈഡിലും ഒക്കെ കുറയും. പക്ഷെ എല്ലാവർക്കും ചെയ്യാനും പറ്റും. നോക്കിയൊക്കെ കാണുമ്പോൾ തോന്നുമോ ഇത് എക്സസൈസ് ആണോ, പക്ഷേ ഇത് എക്സസൈസ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ 2 ഭാഗത്ത് ചെറിയൊരു ഡമ്പലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടിയായി, ആ വെയിറ്റും കൂടെ വന്നാൽ. പക്ഷേ എൻ്റെ അടുത്ത് ആ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസുകളാണ് മുഴുവൻ. പക്ഷെ നല്ലോണം വിയർക്കും കേട്ടോ. നമ്മൾ ഈ തണുപ്പല്ലേ, ഇപ്പോൾ രാവിലെ മഴയൊക്കെ പെയ്തിട്ട് നല്ല തണുപ്പൊക്കെയാണ്. പക്ഷേ നമ്മൾ എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നല്ലോണം വിയർത്തൊഴുകും. പിന്നെ ഫാൻ ഇടേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഫാൻ ഇട്ടിട്ടൊന്നല്ല ഞാൻ ചെയ്യാറ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നല്ല ചൂടെടുക്കുമ്പോൾ കുറച്ച് ഫാനൊക്കെ ഇട്ടിട്ട് ആ എക്സസൈസ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എക്സസൈസ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കുറച്ച് നേരം എന്ത് ചെയ്യുന്നറിയോ, ഒന്ന് ഫ്രീ ആയിട്ട് ഒരു 5-10 മിനിറ്റ് അവിടെ ഇരിക്കും കേട്ടോ. അപ്പാട് ഞാൻ എണീറ്റിട്ട് വേറെ പണിക്കൊന്നും പോവില്ല. കുറച്ച് നേരം അവിടെ ഇരിക്കും, ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അവിടെ ഇരിക്കും. പിന്നെ പിന്നെ നമ്മൾ എക്സസൈസ് നമ്മൾ തുടങ്ങുക, അവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എക്സസൈസ് തുടങ്ങുക പറഞ്ഞാൽ പെട്ടെന്ന് പോയി ഹെവി എക്സസൈസ് ചെയ്യണം. വാമപ്പൊക്കെ ചെയ്തിട്ട് നമ്മളെ ശരീരമൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ചൂടാക്കി ഇട്ടേ നമ്മൾ എക്സസൈസിലേക്ക് കടക്കാവുള്ളൂ കേട്ടോ. ഞാനതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും എടുത്തില്ല. പെട്ടെന്ന് ഞാൻ തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരാൾ എടുത്തു തരാനില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൂൾ ഡൗൺ ചെയ്യണം. കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ മറ്റുള്ള ജോലികളിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വാമപ്പ് ചെയ്യാണ്ടൊക്കെ ചെയ്താൽ നമ്മൾ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും കയറി പിടിക്കും, മസിലൊക്കെ കയറി പിടിച്ചതിൻ്റെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
അല്ല കൂൾ ഡൗൺ, അതായത് ശരീരം നല്ല ചൂട്, എക്സസൈസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ശരീരം നല്ല ചൂടായിരിക്കും. പിന്നെ ആ ശരീരത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പതുകിയെ തണുപ്പിക്കണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ജോലികളിലേക്ക് പോകാൻ പറ്റും. ഇത് കണ്ടില്ലേ ഈ എക്സസൈസൊക്കെ, ഇത് നടുവേദനയ്ക്കൊക്കെ ഉത്തമമാണ് എന്നാണ് പറഞ്ഞത് ഈ എക്സസൈസ്. അതില്ലേ എത്ര ഇതായിട്ട്. സിമ്പിൾ എക്സസൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മടുപ്പ് ഉണ്ടാവുകയില്ല കേട്ടോ ചെയ്യാൻ. വളരെ റിലാക്സ് ചെയ്തിട്ട് പിന്നെ ഇതിൽ നോക്കി ആ സാറിൻ്റെ സംസാരം കൂടെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് അങ്ങനെ ചെയ്യാം. എപ്പോഴും ചെയ്യാൻ തോന്നും ചെയ്യും. രാവിലെ ഇപ്പോഴേക്ക് ശരിക്കും രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്തിട്ടേ നമ്മൾ വേറെ പ്രവൃത്തികളിലേക്ക് പോവുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ അതേമാതിരി ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്താറി കൊണ്ട് സ്മൂത്തി ഉണ്ടാക്കി കഴിച്ചു. നമ്മൾ റാഗി കൊണ്ട് സ്മൂത്തി കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ റാഗി സ്മൂത്തി കഴിച്ചതുകൊണ്ട് ഇന്ന് തീരെ വിശപ്പില്ല. റാഗി കഴിച്ചാൽ തന്നെ നമുക്ക് വിശപ്പ് കുറയുമല്ലോ. അപ്പോൾ റാഗി ഒന്ന് എന്താ പറയുക, കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ വിരകി അതിൻ്റെ അകത്ത് അല്പം പാലൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റോബസ്റ്റ പഴം, ഒരു 2 മധുരത്തിന് 2 ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ബദാം, പിന്നെ അതേപോലെ 2-3 കാഷ്യൂ, പിന്നെ ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, ഇതൊക്കെ കൂടിയിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് വെച്ചാൽ ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ട് ഇന്ന് അതായിരുന്നു കഴിച്ചത് രാവിലത്തെ ഭക്ഷണം. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നിലക്കടല വറുത്തിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു ടേസ്റ്റിന്. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റോട് കൂടിയിട്ട് നമ്മളെന്തായി അത് കഴിച്ചു. ഒരു ഗ്ലാസ് കഴിച്ചിട്ടുണ്ട് എൻ്റെ അപ്പോൾ. പിന്നെ എനിക്ക് വിശന്നിട്ടേ ഇല്ല. എത്ര നേരം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കാണ്, പിന്നെ ഉച്ചയ്ക്ക് തന്നെ വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് കഴിക്കാം വെറുതെ, പിന്നെ കഴിക്കാമെന്ന് പിന്നെ വിശന്നാൽ നമ്മൾ അധികം എന്തെങ്കിലും ഫുഡ് കഴിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കഞ്ഞി ഉണ്ടാക്കിയത് കേട്ടോ. ഒന്ന് ചാമരി കഞ്ഞി ഉണ്ടാക്കി. അപ്പോൾ ആ ചാമരി കഞ്ഞിയും കടല ഉപ്പേരിയും പിന്നെ പയറുപ്പേരിയൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. രാവിലത്തെ ഫുഡാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം 4 മണിക്ക് ഇന്ന് പഴംപൊരി ഉണ്ടാക്കിയുണ്ട്. ഒരു ചെറിയൊരു പഴംപൊരി ഞാൻ കഴിച്ചു. ഇതാ ഉച്ചത്തെ ഫുഡാണേ. പിന്നെ രാത്രി ചപ്പാത്തിയും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. കോളിഫ്ലവർ കൊണ്ട് ഒരു കറി ഉണ്ടാക്കി. അപ്പോൾ അതാണ് ഇന്ന് ഭക്ഷണം. അപ്പോൾ ഇവിടെ എൻ്റെ ഇത് കഴിയാണ്. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.